ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ കുട്ടികളുടെ ഫേവറേറ്റായ ഡോണറ്റ്സ് ആണ് തയ്യാറാക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്താൽ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി ഡോണറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഡോണറ്റ്സ് ബ്രെഡും കൊണ്ടാണ് തയ്യാറാക്കുന്നത്. മാവൊന്നും കുഴച്ച് അതായത് ഈസ്റ്റും ഒക്കെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെഡും കൊണ്ട് തന്നെ അടിപൊളി ഒരു ഇൻസ്റ്റൻറ്റ് ഡോണറ്റ്സ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡ്സ് എല്ലാം ആ ഒരു ബ്രൗൺ പാർട്സ് എല്ലാം ഒരു നൈഫ് വെച്ചോ അല്ലെങ്കിൽ ഒരു സിസർ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ സൈഡ്സ് എല്ലാം ആ ഒരു ബ്രൗൺ പാർട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് സ്ലൈസസ് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ വെള്ളവും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, ബ്രെഡ് സ്ലൈസസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അടുത്തതിൻ്റെയും കൂടെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് 1.5 ബ്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് വെള്ളത്തിലോട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ മുക്കിയെടുത്തതിന് ശേഷം 2 കൈമേ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ആ വെള്ളം എക്സസ് വെള്ളം എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പിഴിഞ്ഞെടുത്ത ബ്രെഡ് നന്നായിട്ടൊന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം കൈപ്പത്തിമേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ്സ് എല്ലാം നല്ല ഷേപ്പിൽ കൊടുക്കാം. പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പിലാക്കി കൊടുക്കാം. ശേഷം കൈ വിരൽ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ആ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് നടുവിലൊരു ഹോളാക്കി ഇതുപോലെ ഒന്ന് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കി ബ്രെഡ്സിൻ്റെ ഡോണറ്റ്സ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ച് ഓരോ ഡോണറ്റ്സും നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ സ്പൂൺ വെച്ച് നന്നായിട്ട് മേൽ ഭാഗം എല്ലാം നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു 2 സെക്കൻഡിന് ശേഷം തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ക്രിസ്പിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചോക്ലേറ്റ് ഗനാഷോ അതായത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഗനാഷോയിലോട്ട് ഡിപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പൗഡർ ഷുഗറിലോട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ചോക്ലേറ്റ്സ് ഈ ഒരു അവധിക്കാലത്ത് കഴിച്ച് കുട്ടികൾ ആകെപ്പാടെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷുഗർ പൗഡറിലോട്ട് ഡിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ഗനാഷോ തയ്യാറാക്കിയതിന് ശേഷം അതായത് ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ തയ്യാറാക്കി ഗണേശോ ആക്കിയതിന് ശേഷം അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.